ഹലോ മുത്തുമണികൾ, എന്താ പാടേ? സംഗതി മനസ്സിലായെങ്കിൽ സംഗതി ഇപ്പോൾ മനസ്സിലാവട്ടെ എന്താ സംഭവം എന്ന്. അല്ല പഞ്ഞെട്ടി പോകാനുള്ള പരിപാടി ഇല്ല കേട്ടോ. ശരിക്കും ആദ്യം നമ്മൾ വർക്കൗട്ട് കാണിക്കും മുത്തുമണികളെ. ഒരു സംഭവമാണ് ഇതിൻ്റെ ബിഫോറും ആഫ്റ്ററും കണ്ടുപിടി. കണ്ണ് തള്ളുപോലെ ഇൻഷാല്ലാ ഒരു നഷ്ടം ഉണ്ടാവില്ല. ആദ്യം തട്ടി മാറ്റി പോകണ്ട. വാർപ്പിൻ്റെ മേലെ അത് ബുക്കാസത്ത് കളക്കണം. എന്താ ചെയ്യണം അല്ലേ? സംഗതിയൊക്കെ അതിലുണ്ട്. ആദ്യം വർക്ക് കണ്ടോളി. ഇനി ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ കാട്ടുമ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലാവും, ശരിക്കും മനസ്സിലാവും. വർക്ക് കണ്ടോളൂ മുത്തുമണികളെ. പിന്നെ ആദ്യമായിട്ട് കാണുമല്ലോ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പൊടിയിലാകെ പൊളിക്കുക. അപ്പോൾ സംഗതി ഏകദേശം ഓടില്ല. എന്തിനാ ഞാൻ മൂക്കിലൊക്കെ അവിടെ പഞ്ഞിയും ഇതൊക്കെ തിരികീനെന്ന്. ഇതാണ് അതിനും വേണ്ടിയത് തിരികീനുണ്ടല്ലേ, അത്രക്കും പൊടിയാണ്. വർക്ക് കണ്ടോളൂ. ഇപ്പം വരും ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഫുള്ള് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലല്ലോ എന്താ വർക്ക് സംഭവപ്പെടുന്നത്. വേസ്റ്റ് വാരി കൊണ്ടുപോകണം. അതെ, വേസ്റ്റ് വാരി കൊണ്ടാണ് മുത്തുമണികളെ. അങ്ങനെ കൊണ്ടുപോയിട്ട് ആ റാമ്പ് ഇറങ്ങി അടിയിൽ കൊണ്ടുവരണം. അതാണ് നയിപ്പ്, അതാണ് കൈപ്പണി. അതിനാണ് കായ് എന്ന് പറഞ്ഞ വരക്കാർ. അടിയിലെത്തിച്ചാൽ അടി കിട്ടാൻ പറ്റില്ല. കള്ളപ്പണി നടക്കില്ല, അടി കൊണ്ടുപോയിട്ട് തന്നെ വേണം. എന്നാൽ അതാ മുത്തുമണിയുടെ ബിഫോർ. രണ്ടാം നിലൻ്റെ വർക്ക് നടന്ന വീടാണത് കേട്ടോ. അപ്പം വാർപ്പ് പടവൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരുപാട് ഇനം വേസ്റ്റുകളുണ്ട്. ഓപ്പൺ ഡ്രസ്സ് തന്നെ കാണിച്ചു തരാം. അതുകൊണ്ടല്ലേ മുത്തുമണികളെ, ഈ കാണുന്ന വേസ്റ്റുകളൊക്കെ കണ്ടിട്ടോ. ഓപ്പൺ ഡ്രസ്സിലെ അവസ്ഥ ഇതാണ്. ഫുള്ള് അടിച്ചൊരു സെറ്റാക്കണം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, നമ്മൾ സെറ്റാക്കി തരാം. ഇതിൻ്റെ ആഫ്റ്ററുണ്ട് വേറെ ലെവലേക്കാരം. കണ്ടോളി, ഒരു നഷ്ടം ഉണ്ടാവില്ല. പിന്നെ അതാ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ അതാ കണ്ടില്ലേ, ഈ ഡൈനിങ് ഹാളത് കണ്ടമാനം. അതിൻ്റെ മേലുള്ള സീറ്റ് എടുത്തിട്ട് ഒന്ന് അടിച്ചു തരാൻ. അതിൻ്റെ ഉയരം കാര്യമൊന്നും അടന്നോട്ടെ. സ്റ്റേജ് കെട്ടീന് അത് സെൻട്രിങ്ങാർ പൊളിച്ചോളൂ പറഞ്ഞു. ഇതാ ബെഡ്റൂം, ബാത്റൂം, ഡൈനിങ് ഹാളൊക്കെ കണ്ടില്ലേ, കണ്ടമാനം കോൺക്രീറ്റ് വേസ്റ്റ് കണ്ടില്ലേ. ഇത് ബെഡ്റൂമാണ്. ഇതിൽ മണ്ണ് ബുക്കാസ് എടുത്ത് കളച്ചിന് എന്തെന്ന് വെച്ചാൽ മണ്ണ് ഉറച്ചിന് വെള്ളം അടിച്ചാണ്ട്, അതായത് മായ പെയ്തിന് വാർപ്പിൻ്റെ മുമ്പ് പടവ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അമർന്നതിനിത്. ബെഡ്റൂം, ഡൈനിങ് ഹാളിൽ കൂടെ പോയിട്ട് സിറ്റ് ഔട്ടിക്ക് ഇതൊക്കെ കണ്ടോളി. ഇത് ഓപ്പൺ ഡ്രസ് ആട്ടോ മുത്തുമണികളെ. ഓപ്പൺ ഡ്രസ് ഉണ്ടല്ലോ ഞങ്ങൾ. ആ സീറ്റൊന്നും തൊടയത് പറഞ്ഞ് പൊട്ടിയ ഇജ്ജ് വാങ്ങി എൻ്റെ പറഞ്ഞു. ആയിക്കോട്ടെ, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചെയ്താൽ മതിയാണ്. കോണിക്കൂട്ടിലെ സീറ്റ് കഴിഞ്ഞ് ഇപ്പോൾ കോണിക്കൂട് വാർപ്പ് കഴിഞ്ഞ്. പിന്നെ അതാ അടുത്ത മുത്തുമണികളെ സിറ്റ് ഔട്ട് കാണിച്ചു തരാൻ പോകണേ. ഇതാ ഇത് സിറ്റ് ഔട്ടിൻ്റെ അടിഭാഗത്തുള്ള ലാൻഡിങ്ങിൻ്റെ അടിയിലുള്ള സംഗതിയാണ്. സെൻസർമുള്ള ഈ റാമ്പ് ഇറങ്ങി അവിടെ കൊണ്ടുവരണം. അടിയിൽ വേസ്റ്റ് മുഴുവൻ അവിടെ കൊണ്ടുവരണം. ഓക്കെ, ഇത് ആഫ്റ്റർ കാണുന്ന വരുന്ന മുത്തുമണി. ആഫ്റ്റർ ഇത് കണ്ടോളി. ഈ ഗ്യാപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്ത് ആഫ്റ്റർ ഇതാ കണ്ടോളേ. ഇതാ ആഫ്റ്റർ ഫുള്ള് ആഫ്റ്റർ ആയിട്ടുണ്ട്. ശരിക്കണ്ടോളി മുത്തുമണികളെ. ആഫ്റ്ററാണ് ആ വരുന്നത്. അല്ലോ ഉണ്ടല്ലേ, ഡൈനിങ് ഹാളിൻ്റെ അവസ്ഥ. സീറ്റൊക്കെ എടുത്ത് അവിടെ കടിച്ച് സെറ്റാക്കി അതിന് വാർപ്പാരം കൊണ്ടുപോയിക്കോളും. അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ അവിടെ ഇവിടെയൊക്കെ. ഒക്കെ ഞോല് മട്ടം പോലെ കൊണ്ടുപോയിക്കോളും. കണ്ടില്ലേ, ബാത്റൂമിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. പിന്നെ ഇതാ ബെഡ്റൂം കണ്ടില്ലേ, ബെഡ്റൂമിൻ്റെ അവസ്ഥ സെറ്റാക്കി. അടുത്ത ബെഡ്റൂം, 2 ബെഡ്റൂമുള്ളത്. ഡൈനിങ് ഹാൾ, ഒരു സിറ്റ് ഔട്ട്, ഓപ്പൺ ഡ്രസ്, 2 ഓപ്പൺ ഡ്രസ് ഉണ്ട്. ഇതാണൊരു ഓപ്പൺ ഡ്രസ് ഉണ്ടല്ലേ. ആ സീറ്റ് കാട്ടിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അടിച്ചൊരു വൃത്തിയാക്കി കൊടുത്ത് മിയാക്കി കൊടുത്ത് സെറ്റാക്കുക. പച്ച മലയാളത്ത് പറഞ്ഞാൽ ഇത് സിറ്റ് ഔട്ട് കണ്ടില്ലേ. ഈ സിറ്റ് ഔട്ടിൻ്റെ അടിവാപ്പ് കാണും കേട്ടോ. ഇതാ അടിവാപ്പ്. ഓക്കെ, സെൻസർമുകളിൽ. അങ്ങനെ മുത്തുമണികൾ നമ്മളെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ മുത്തുമണികളെ, അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിനി. നിങ്ങൾ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്താലേ മുത്തുമണികളെ. വല്ലാത്തത്. ഓക്കെ, താങ്ക് യു.